ഇപ്പോൾ പ്രിയപ്പെട്ട കാനത്ത് ജമീലാത്തിയെ അനുസ്മരിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ 3 വനിതാ നേതാക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചർ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ വലിയ വൈകാരികമായ ഒരു സങ്കടമുള്ളൊരു സമയമാണ് ഇപ്പം ചോദിക്കുന്നത് തന്നെ ശരിയല്ല എന്നറിയാമെങ്കിൽ പോലും എങ്ങനെയാണ് അവരെ ഓർത്തെടുക്കുന്നത്? മരണം എപ്പോഴും നമുക്ക് ദുഃഖം സമ്മാനിക്കുന്നതാണ്, സംഭാവന ചെയ്യുന്നതാണ്. അത് പക്ഷേ ഈ മരണം എന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ വളരെ ഇഴുകി ചേർന്ന് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെന്നുള്ള നിലയിൽ കഴിഞ്ഞ 35 വർഷമായിട്ട് എന്നെ സംബന്ധിച്ചും ഇവരെ പോലുള്ള നമ്മളെ പ്രധാനപ്പെട്ട നേതാക്കളാണ് സലിക്കയും സുബൈദയും. കഴിഞ്ഞ കുറേയേറെ വർഷക്കാലമായി ഒന്നിച്ച് ഒരുപക്ഷെ ഒരു മുറിയിൽ കിടന്നും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും ചിരിച്ചും സന്തോഷിച്ചും എല്ലാം കഴിഞ്ഞ കുറേയേറെ വർഷക്കാലം പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയങ്കരിയായിട്ടുള്ള എൻ്റെ ഒരു സ്വന്തം അനുജത്തിയെപ്പോലെ ഞാൻ കാണുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയാണ് നമ്മളെ വിട്ടുപോയിട്ടുള്ളത്. പാർട്ടിയുടെ ഏറ്റവും കരുത്തയായിട്ടുള്ള നേതാവ്, മഹിളാ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരി, ജനപ്രതിനിധി, ഭരണകർത്താവ്, ഏറ്റവും നല്ല പ്രശംസ നേടിയ ഭരണകർത്താവായിരുന്നു ജമീല. പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് MLA ആയത്. കൊയിലാണ്ടിയിൽ നിന്ന് ജയിച്ച് വരിക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ജമീല ഏറ്റവും നല്ല രീതിയിൽ ജയിച്ചു. ഏറ്റവും നന്നായിട്ട് കൊയിലാണ്ടിയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് തികച്ചും ജനകീയ MLA എന്ന പേര് കേട്ട ഒരു പൊതുപ്രവർത്തകയായിരുന്നു നമ്മുടെ എല്ലാം ഈ നാട്ടുകാരുടെ ആകെ പ്രിയങ്കരിയായിട്ടുള്ള ജമീല. കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സംഘടനക്കും നമ്മുടെ പ്രസ്ഥാനത്തിനും ഏറ്റവും വലിയ നഷ്ടമാണ് ജമീലയെപ്പോലുള്ള വളരെ പുരോഗമനാശയഗതിക്കാരായ കാര്യമായിട്ടുള്ള അവരുടെ കുടുംബവും അങ്ങനെ തന്നെ. മാത്രമല്ല ചെറിയ പ്രായത്തിൽ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് CPIM-ൻ്റെ പ്രവർത്തകയായിട്ട് വളരെ എന്താ പറയുക, അത്രയും പുരോഗമന ചിന്താഗതിക്കാരിയായിട്ടുള്ള ഒരു പ്രവർത്തകയായിരുന്നു. തികച്ചും സൗമ്യം, പക്വത, രാഷ്ട്രീയ പക്വതയാർന്ന അതൊരു വേറെ തന്നെ ഒരു വിശേഷണമാണ്. മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പക്വതയും സൗമ്യമായ ചിരിയും ഏറ്റവും സ്നേഹമസൃണമായ പെരുമാറ്റവും കൊണ്ട് ഏവരെയും ഒരുപോലെ ആകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം. അതുകൊണ്ടാണ് നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജമീലയുടെ വേർപാട്, ജമീല നമ്മെ വിട്ടുപോയി, ഇപ്പോൾ മുഖം കാണുമ്പോഴും അത് ജമീലയാണെന്ന് എൻ്റെ മനസ്സ് അംഗീകരിക്കുന്നില്ല. ജമീല വിട്ടുപോയി എന്ന് പറയാൻ കഴിയുന്നില്ല. ഈ ദുഃഖം വല്ലാത്തൊരു ദുഃഖമായിപ്പോയി. പക്ഷേ മാരകമായ രോഗം പിടിപെട്ട് കുറച്ച് നാളുകൾ മാത്രമേ ജമീല കഴിഞ്ഞുള്ളൂ. ജമീല നമ്മെ എല്ലാം വിട്ടുപോയി. ഏറ്റവും വലിയ കനത്ത നഷ്ടം സമൂഹത്തിനും നമ്മുടെ പൊതുപ്രവർത്തന രംഗത്തും ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടാണ് ജമീല നമ്മോട് വിട പറഞ്ഞത്. ജമീലയുടെ വേർപാടിൽ ഞങ്ങൾ മഹിളാ അസോസിയേഷൻ എന്നുള്ള നിലയിലും മറ്റ് വ്യക്തിപരമായിട്ടുള്ള നിലയിലും ഏറ്റവും വലിയ ദുഃഖം ഞങ്ങൾക്കെല്ലാമുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളോട് അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സലീഖ, കാനത്തിൽ ജമീലയുടെ വേർപാട് ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ വിടവാണ് അവർ ഉണ്ടാകുക എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങൾ. അതോടൊപ്പം തന്നെയാണ് മഹിളാ പ്രസ്ഥാനത്തിൻ്റെ വളരെ ചെറുപ്പകാലം മുതൽ ഇത്തരമൊരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചു എന്നത് അവരുടെ മനസ്സിൻ്റെ ഒരു ധൈര്യവും കുടുംബത്തിൻ്റെ ഒരു പിന്തുണയും അതിലുണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ വലിയ ഉയർച്ചയിലാണ് സഖാവ് എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ ആ ഉയർച്ച എങ്ങനെയാണ് സമൂഹത്തിനു വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയത് എന്നതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ഈ 3 ദിവസങ്ങളിൽ ഈ കോഴിക്കോട് തളംകെട്ടി നിൽക്കുന്ന ദുഃഖവും എന്ന് ഞങ്ങൾ കാണുകയാണ്. ഏതായാലും മഹിളാ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സഖാവിൻ്റെ വേർപാട് വലിയ വേദനയുണ്ടാക്കുന്നതാണ്, വലിയ കുറവായിരിക്കുമെന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായും സഖാവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് താങ്ങാനാവാത്തതാണ് ഈ ദുഃഖമെന്നറിയാം. മഹിളാ പ്രസ്ഥാനത്തിനും താങ്ങാനാവാത്തതാണ്. ഏതായാലും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്, സഖാവിനോടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സുബൈദ ഇസ്ഹാഖ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരേ സമയത്തായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഉണ്ടായിരുന്നത്? ഒരു ടൈമിലുണ്ടായിരുന്നു. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ സമയത്തല്ല, അതിന് ശേഷം ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആകുമ്പോഴും ഒക്കെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പം ബന്ധമായിരുന്നു.
സഖാവിൻ്റെ വേർപാട് എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ നിന്നൊക്കെ വിട്ടുപോകുമെന്നുള്ളത് പ്രതീക്ഷിച്ചേ ഇല്ല. ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിലും പാർട്ടി നേതാവ് എന്നുള്ള നിലയിലും മഹിളാ അസോസിയേഷൻ്റെ നേതാവ് എന്നുള്ള നിലയിലും അവരൊരു വേറിട്ട പ്രവർത്തനമാണ്. ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജനപ്രതിനിധിയാവുമ്പോഴും ഇപ്പോൾ അതല്ലാതെ പൊതു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴുമൊക്കെ വലിയ രൂപത്തിലാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചിരുന്നത്. സഖാവിൻ്റെ നഷ്ടം ഒരു വലിയ വിടവ് തന്നെയാണ്. ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. സഖാവിൻ്റെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ജമീലാത്തയുടെ സ്നേഹപൂർണ്ണമായ ഇടപെടലുകളെയാണ് മഹിളാ നേതാക്കൾ ഓർത്തെടുത്തിരിക്കുന്നത്.